രാമായ നമഃ. ഓം ആഞ്ജനേയായ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമ അഭിഷേക വിഗ്രഹം. വാനവരെല്ലാരും ഒത്തു നിരോപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഗ്രഹം വരുത്തിടുവാൻ നാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ദര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ച അവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കയ്യെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നുള്ള മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ വദനാന്തരെ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവിക്രയാങ്കുബ്ജയം മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ദരയെ കണ്ട് കയ്യേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ദരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിടുന്നറിയാതെ ഏറിയൊരാപത്തു വന്നെടുത്തോ നിനക്കാരും ഒരു ബന്ധു ഇല്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു താനവും ചെയ്തു കേകയ പുത്രിയും. ചിത്രമായോരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും.
രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമൂറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പോ മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവനിൽ ഒരിക്കലും. അശ്രാന്തമെന്നെയത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടവൾ ആകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ, പാപേ മഹാഭയകാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രയ്ക്ക് നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചു കൊണ്ടു പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടി കളകിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവം കൊണ്ട് ധരണിയിൽ വാഴ്കയിൽ നല്ലോ മരണം അതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഇക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമൻ ഇരേഴാണ്ടു കാനനവാസവം ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതനോ വരുമതി പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിൽ അതിനൊരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോട് കൂടവേ വിണ്ണിലകമ്പു കുസന്നതനായി ചെന്ന അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം. പോരിലന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ. ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായ യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായി ഒരു ദശാന്തരെ. നിൻ തൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞത് ഭൂപനം. നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ രണ്ടുവരം തരാം. നീ എന്നെ രക്ഷിച്ചു കൊണ്ടത് മൂലം വരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നെയ്യം അന്നേരത്തു ചിത്തസമോദം കലർന്നു ചൊല്ലിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം നിസ്തംഭവതി മയാ ദൃപാദീശ്വരാം. ഞാൻ ഒരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടോ എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ.
ഞാനും മറന്നു കിടന്നിതു മുന്നമേ മനസ്സേ തോന്നി ബലാൽ ഈശ്വരാജ്ഞയാ ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിശോഭ പൂണ്ടൊരു കാർക്കൂന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടങ്ങ് അണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കൊണ്ടർത്തിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി. സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ദര ചൊന്ന പോലെ അതിനേതു മുരന്തരം കൂടാതെ ചെന്നോ കയ്യേകിയും പത്യമിതൊക്കെ തനിക്കിന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയെ മേവിനാൾ കൈകേയി മന്ദരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിന് പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമെന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ അതിനില്ല സംശയം ഏതും ഇതിനൊരിളക്കം വരാകിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര. പിന്നെ അവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയം ധീരനായേറ്റം ദയാനിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശികവാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിത്യനായി വന്നു കോടും ദൃഢം ദുർജന സംസർഗമേറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തനായി മന്ത്രി പ്രവൃത്തികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകം പൂക്കരുളിയിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നോട് പത്നിയെ കാണായിക കാരണം എത്രയും ബീഹുലനായൊരു ഭൂപനം ചിത്തധാരിങ്കൽ നിരൂപിച്ചിതേ ദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്ന് കൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരുമ്പുരാം സുന്ദരിയാം ഇവളെന്നു പോയിനാൾ മന്ദമാകും ഇതുന്മേഷമെൻ മനസ്സേ ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങ് പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചേതതെന്നോലമേതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവാം തത്ര ഗത്വാ നിന്തിരുവഴി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു വയേന മഹീപതി ചെന്നരികത്തിരുന്നോ സസംഭ്രമം മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിതു വല്ലഭേ നാദേ പിറം നിലത്തുള്ള ഒടിയണിഞ്ഞാതങ്കമോട് കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോട് ചൊൽകെടോ. മൽപ്രജാവൃന്ദന്മാരായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരു വിപ്രിയം ചെയ്തതു വല്ലഭേ ദണ്ഡനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനനേത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പൻ അവനെ ഞാൻ വധ്യനെ നോനം അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ നോനം നിനക്കധീനം മമ ജീവനം മാനിനീ ഖേദിപ്പതിനെന്തു കാരണം
മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് പുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതമെങ്ങനെ ഖേദിപ്പിക്കായി കമയം വല്ലവേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരം തുടച്ചു താനവൻ ചെയ്തു. മന്നവൻ തന്നോട് മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാം. എങ്കിലോ പണ്ട് സുരാസുരായുധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്ന് ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കൽ. അത് 2 ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിൽ ഒന്ന് രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതന് ചെയ്യണമെന്നതും. പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരേ. കാലം 14 സംവത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമനുഷസി വനത്തിനു പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകിലിന്നു മരണം എനിക്കില്ല നിർണയം എന്നു കയ്യേയി പറഞ്ഞോരനന്തരം. മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണിതോ ഭൂപനം. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു ദൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കണ്ടയോ ഞാനിഹ. ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയം ഉപസ്ഥിതമാകയോ. കിങ്കിമേതൽ കൃതം ശങ്കര ദൈവമേ പങ്കജലോചന പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കയ്യേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവം മുര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ, എന്തു നിന്നോട് പിഴച്ചിതോ രാഘവൻ. മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉരാ ചെയ്വതിനെന്തു കാരണം. എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിത് തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ. ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ. രാമനാലേതം ഭയം നിനക്കുണ്ടാകാ. ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീ പതീശ്വരനോട് ചൊല്ലിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ, ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൾ. പങ്കജനേത്രനാം രാമൻ ഉഷസ്സിനു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ. എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുൻപിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവിരാജ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട.
രാമോ പരിഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃത മിഥ്യയാക്കിയിടല. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമ രാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സര തുല്യമായി. ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യ സ്തുതി ജയ ശബ്ദങ്ങൾ സംഗീത ഭേദങ്ങൾ എന്നിവറ്റേ കൊണ്ടും പള്ളിക്കുറപ്പിണർന്നിടിനാർ. അന്നേരമുള്ളിലുണ്ടായ കോപേന കൈകേകിയം ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃക്ഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭതേടുന്ന വെൺകൊറ്റ കുടതഴചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാചിരതങ്ങൾ പദാദിയം വരനാരീജന പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. ശ്രീ ബാലവൃദ്ധാവധി പുരവാസികളാബദ്ധ കൗതൂഹലാബ്ദി നിമഗ്നരായി രാത്രിയിൽ നിദ്രയിൻ കൈ വിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നക്കിരീടം ആണിഞ്ഞതിരമ്യകമാരമ്യമകരായുധ മണികുണ്ടല സംയുക്ത ശോഭിത ഗണ്ഡ സ്ഥലങ്ങളും പുണ്ടരീകച്ചതലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡലതുണ്ടവും ചന്ദ്രികാ സുന്ദരമന്ദസ്മിതാവയും കുന്തമുകുന്ദ സമാന ദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയം കന്ദരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാവം തിരുമാറും ഉദരവും സന്ധ്യാഭ്രസന്നിവ പീതാംബരാഭയം പൂഞ്ചലമീതേ വിളങ്ങി മിന്നീടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ടു കോപ്പിയിടും ഒരു കാണ്ഡങ്ങളും കുംഭീദ്രമസ്തക സന്നിപ ജാനവും അംബോജബാണ നിഷങ്കാഭജങ്കയും കമ്പം കലർന്നു കമടപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംബോജ തുല്യമാം അങ്കൃതലങ്ങളും ജമ്പാരി രത്നം തൊഴും തിരുമേനിയും ഹാരക്കടകവലയാങ്കുലീയാദിചാരുതരാഭരണാവലിയും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ തിറത്തോട് ഗൗരാത പത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനം രാമചന്ദ്രം മുതാം കാണായി വരുന്ന നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ചു നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ പദനിർണയം. രാത്രിയാൻ രാക്ഷസി പോകുന്നതില്ലെന്നോ ചേർത്ത വിഷാദമോടൗത്സക്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തുപാർത്താനന്ദപൂർണാമൃതാബ്ദിയിൽ വീണമുഴകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികൾ ആദരാല്. അന്നേരം ആദിത്യന് മുതിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറിപ്പുണർന്നില്ലെന്നും എന്തൊരു മൂലം അതിനെന്നു മാനസേ ചിന്തിച്ചു
മന്ദമന്ദം ദദാം. മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകമ്പുക്കാനതിദ്രുതം. രാജീവമിത്രഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ. ഇറ്റം ധ്രുവനെ സ്തുതിച്ചു നമസ്കരിച്ചു താനവൻ ചെയ്തു വന്നിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തോ പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ. ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ. ദേവനാരി സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ. ചൊല്ലുകെന്നോടെന്ന് കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രി പതീന്ദ്രൻ നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിന് അസുതന്ത്രത്വം ഭവിക്കയാൽ. രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതോ മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ട് ബൊബ്ബാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായോരു രാമകുമാരനാം നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നത് കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ. താതൻ ഭവാനിയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നുള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോട് കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമ വിവശനാം താതൻ മരുവീടം മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നൊടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശ സമുത്തായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭുവനം. രാമരാമേതി പറഞ്ഞു മോഹിച്ചോരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അത് കണ്ടനന്തരം ആരുടെ ശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പൊക്കിതോ സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിനു. നേരെ പറവിനറിഞ്ഞവരെന്നത് നേരം പറഞ്ഞിതോ കേകയാ പുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ ദൃഢം ചേതസി നീ നിരൂപിക്കിൽ എളുതിരി താതന് ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭക്തദുഃഖോപശാന്തിക്കു കിഞ്ചിൽ തുയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതോ ചിത്തഹിതം നൃപതീന്ദ്രനോ നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടുവരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ട ചേതസാം. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതൻ അറിക നീ. സത്യഭാഷേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാടനം ചെയ്കയാൽ
പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചോ ശതപത്ര സമുത്ഭവനെന്നതറിക നീ. മാതൃവചനശൂലാഭിഹതനായ മേദിനി പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യതിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതില്ല സംശയം. മനസ്സേ ഖേദം അതിനില്ലെനിക്കേദം. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാൽ എന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതമേ സംശയം ചേതസി ചേറ്റിൽ എനിക്കെന്നറിക നീ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലെ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം പരിജ്ഞാനം മയാതുന. ആകയാൽ താതനിയോഗം അനുഷ്ഠിപ്പാനാകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം. സത്യം അയോക്തം മറിച്ചു രണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടോരു കയ്യേയും രാമനോടാശ ചൊല്ലിടിനാൾ ആദരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതന് ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടൊന്നു. നീ 14 സംവത്സരം കാനനെ താമസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവൻ ഇന്നത് ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായത്. ചെയ്ക അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോട് ചൊല്ലാഞ്ഞ പിതാവത് ചിന്തിച്ചതൊക്കെപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത് ദണ്ഡവാസത്തിനേറ്റം എളുതല്ലോ. സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂർവം തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം. രാവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ശ്രീജിതനായതി കാമുകനായോരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതുമകപ്പെടാം. അല്ലാകിൽ എന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാബുധേ രാഘവാം. ഹാ രാമ ഹാ ജഗന്നാഥ രാമാം ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ. എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ. നന്ദനാം എന്നിത്തരം ബലജാതി പുറകയും കണ്ണുനീരാലോല വാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുട ദീർഘമായി വീർക്കയും. ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചൊരു ഗോത്തമൻ ആശ്ലേഷ നീതിവാക്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ.
എന്തിനെൻ താതൻ വൃഥവൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരാകയുമില്ലിതോ രണ്ടിനും. സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്ക് വിധിച്ചത് നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും. മാതൃഗേഹം ബുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമ പൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. ഇത്തമതീവ ദാനങ്ങൾ ചെയ്താദരാൽ ഭക്തി കൈ കൊണ്ടു ഭഗവൽ പാദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കും നേരം ചിന്തരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്ന് കൗസല്യോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിടിനാൾ. രാമനുഭഗതനായത് കണ്ടില്ലേ ഭൂമി ബാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ദീപരുതള ശ്യാമ കളേപരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നീടു ഭുജിപ്പതിന്നാശു നീ എന്ന് മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമാരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയപുത്രിയായ അമ്മയ്ക്ക് മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കുന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യപാരിൽ മോഹിച്ചു വീണിടിനാൾ ആകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം. മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കുമോ. ദണ്ഡകാരുണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലെ വേറിട്ട് പോയ പശുവിനുള്ള അതിപ്പം നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചിതു കൈകേയിയോട് നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവവംശവും ഇന്നേ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടു ഒരു സൗമിത്രിയും. ലോകരോഷങ്ങൾ നിറച്ച നേത്രാഗ്നിനാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധോജിതം ശാന്തേതരം ത്രിപാഹീനം ഷഡപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും ഇതിനോ ശോകിപ്പതിൻ അന്തർമുദാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യം എനിക്കതിനുണ്ടെന്ന നിർണയം. കാര്യമില്ലാത്തത് ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്നതേവരോ. ഇത്തം പറഞ്ഞു
ലോകത്രയം തദ്ദുഷാദത്തമമ്മാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായി ആലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാമന്ദിര വത്സലാനന്ദ സ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവരാട്ടൻ ഇന്ദ്രാതി വൃന്ദാരക വൃന്ദവന്ധ്യാംഗ്രിമാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനൻ എന്ത് ചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരതാരൂപമൻ. ശ്രീരാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.